സമിഅനാ വഅതഅനാ, റസൂലേ ഞങ്ങൾ കേട്ടിരിക്കുന്നു, നിങ്ങൾ റസൂലിന്റെ കൽപ്പനകൾ അനുസരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു സഹാബികളുടെ പ്രഖ്യാപനം. ഈ ഒരു രീതിയിലായിരിക്കണം നാം ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഹറാമാക്കിയ, നമ്മിൽ നിന്നും വിലക്കിയ പല കാര്യങ്ങളും, പല ഹറാമായ കാര്യങ്ങളും നാം ഇന്നും കുറ്റബോധമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ അത് കൂടിക്കലരാൻ പാടില്ല. സംഗീതം, മ്യൂസിക് എന്ന് പറയുന്നത് അത് അല്ലാഹു വിലക്കിയ കാര്യമാണ്. ഓരോ മുസ്ലിമിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അവന്റെ ഔറത്ത് മറയുന്നതായിരിക്കണം, അവന്റെ ശരീരഭാഗങ്ങൾ എടുത്തു കാണിക്കാൻ പാടില്ല. പുരുഷന്റെ വസ്ത്രം സ്ത്രീയോ, സ്ത്രീയുടെ വസ്ത്രം പുരുഷനോ ധരിക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങളാണ്. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പുരോഗമനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള നിയമങ്ങളെ, വിധിവിലക്കുകളെ മുസ്ലിം നാമധാരികൾ പോലും അവർ പോലും അതിനെ പുച്ഛിക്കുകയാണ്, അതിനെ പരിഹസിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഒന്ന് ഡാൻസ് കളിച്ചാൽ, ഒന്ന് പരസ്പരം കൂടിയിരുന്നാൽ, ആണും പെണ്ണും ഒന്ന് പരസ്പരം സ്പർശിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. എന്ത് ഹറാമായ കാര്യം ചെയ്തിട്ടും അവരുടെ ചോദ്യം എന്താണ്? ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നാണ്. അവരോട് തിരിച്ചു ചോദിക്കുക, ഒരു കത്തിയെടുത്ത് നിന്റെ വയറ്റിലങ്ങ് കുത്തിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം നിനക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഹറാമുകൾ ചെയ്യുകയും എന്നിട്ടതിന് ഓട്ടബുദ്ധി കൊണ്ട് ന്യായങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന പുരോഗമനത്തിന്റെ, ലിബറലിസത്തിന്റെ ആളുകളാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അള്ളാഹു വിലക്കിയ കാര്യം അത് ഹറാമാണ്. ആണും പെണ്ണും കൂടിക്കലരൽ അത് ഹറാമാണ്. മ്യൂസിക് പാടില്ല. ഇത് പ്രഖ്യാപിക്കാൻ നമുക്കൊരു മടിയും ഉണ്ടാകരുത്. അത്തരം പ്രവർത്തനങ്ങളോട് യോജിച്ചു പോകാൻ, അതുമായി സഹകരിക്കാൻ ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നാം ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടതില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു ഇസ്ലാം കൊണ്ട് അഭിമാനം നൽകിയ, ഇസ്സത്ത് നൽകിയവരാണ് നമ്മൾ. ഫമഹ്മബ്തഗൈനൽ ഇസ്സത ഫീ ഗൈരിഹി, അതല്ലന അല്ലാഹ്, ഇസ്ലാം അല്ലാത്ത മറ്റു വല്ലതിനുമാണ് നമ്മൾ ഇസ്സത്ത് തേടുന്നതെങ്കിൽ അല്ലാഹു നമ്മളെ നിന്ദരാക്കുന്നതാണ്. പാശ്ചാത്യന്റെ സംസ്കാരം, മുസ്ലിമീങ്ങളുടെ അല്ലാത്ത പാരമ്പര്യം അവരുടെ സംസ്കാരമാണ്. അതിലേക്കാണ് നാം ഇസ്സത്ത് തേടി പോകുന്നതെങ്കിൽ അള്ളാഹു നമ്മെ നിന്ദരാക്കുമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആളുകൾ നിന്നെ പരിഹസിച്ചേക്കാം, നിന്നെ പുച്ഛിച്ചേക്കാം, പക്ഷേ നീ തല ഉയർത്തി നിൽക്കുക. ഇസ്ലാം എന്ന് പറയുന്നത് അത് അള്ളാഹു നിനക്ക് നൽകിയ ഇസ്സത്താണ്. അത് നീ അഭിമാനത്തോടു കൂടി പറയുക. നിന്നെ പുച്ഛിച്ചേക്കാം. 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറിയവനെന്നും പഴഞ്ചനെന്നും ഒക്കെ പറഞ്ഞ് ആളുകൾ നിന്നെ പരിഹസിച്ചേക്കാം. ചാനൽ ചർച്ചകളിൽ ഇരുന്ന് ഇസ്ലാമിനെ വേട്ടയാടിയേക്കാം, ഇസ്ലാമിനെ കുറിച്ച് പുച്ഛിച്ചേക്കാം. ആ സമയത്തൊന്നും നീ ഈ ദീനിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. ഈ ദീനങ്ങൾ ഉപേക്ഷിച്ച് മറ്റു വല്ലതിലേക്കും അങ്ങ് പോയി കളയാമെന്ന ഒരു ധാരണ, ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരരുത്. ഇന്ന് നമ്മെ പരിഹസിക്കുന്ന ആളുകൾ, അവരെ നോക്കി നമുക്കൊരു ദിവസം പരിഹസിക്കാനുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ, നാളെ ഖിയാമത്ത് നാളിൽ സത്യനിഷേധികളായ ആളുകൾ, കാഫിറുകളായ ആളുകൾ, അവരെ നോക്കി മുഅ്മിനീങ്ങളായ ആളുകൾ അവരെ പരിഹസിക്കുന്നതാണ്, അവരെ കളിയാക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിൽ അല്പനേരം അവരുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ ഏറ്റാലും ഈ ദീൻ മുറുകെ പിടിക്കണം. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും നാം പിന്നോട്ട് പോകാൻ പാടില്ല എന്ന നിലപാടാണ് നമുക്കുണ്ടാകേണ്ടത്. ഇസ്ലാമിക വിശ്വാസവും ഇസ്ലാമിക സംസ്കാരവും ആദാബുകളും എല്ലാം മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പെടലുകൾ അനുഭവപ്പെട്ടേക്കാം. താടി വെക്കുമ്പോൾ, നെരിയാണിക്ക് മുകളിൽ പേനെടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ആണും പെണ്ണും കൂടിക്കലരുന്ന സ്ഥലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ ആളുകളും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ നിന്നെ പരിഹസിച്ചേക്കാം. നീ എന്താണ് ഇപ്പോഴും പഴഞ്ചനാണോ, 6-ാം നൂറ്റാണ്ടിലാണോ എന്നൊക്കെ ചോദിച്ചേക്കാം. ഒരിക്കലും നാം ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ, ഈ ഇസ്ലാം തുടങ്ങിയത്, അതിന്റെ തുടക്ക കാലഘട്ടം എങ്ങനെയാണ്? ആർക്കും പരിചയമില്ലാത്ത ഒരു അപരിചിതമായിക്കൊണ്ടാണ് ഈ ഇസ്ലാം തുടങ്ങിയിട്ടുള്ളത്. വസയഊദു കമാ ബദഅ ഗരീബ, ഈ ഇസ്ലാം അതിന്റെ തുടക്കകാലത്തിലേക്ക് തന്നെ അത് മടക്കപ്പെടുന്നതാണെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുമ്പോൾ ആളുകൾക്കൊക്കെ പരിചയമില്ലാത്തതുപോലെ എന്തോ ഒരു അപരിചിതത്വം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫതൂബാ ലിൽ ഗുറബ, ആ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ, അവർക്ക് സ്വർഗ്ഗമുണ്ട്, അവർക്ക് മംഗളമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. യഅതി അലന്നാസി സമാനുൻ, ജനങ്ങളിൽ ഒരു കാലം വരാനുണ്ട്, അസ്സാബിറു ഫീഹിം അലാ ദീനിഹി കൽഖാബിദ് അലൽ ജമർ, ആ കാലഘട്ടത്തിൽ ദീനിൽ ക്ഷമയോടുകൂടി നിലകൊള്ളുന്നവർ അവർ തീക്കട്ട കൈകളിൽ പിടിച്ചവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവ് അത് കാഫിറുകളുടെ സ്വർഗ്ഗമാണ്, മുഅ്മിനുകളുടെ തടവറയാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാമിൽ അഭിമാനിക്കുകയും അതിന്റെ ഹുക്കുമുകൾ, അതിന്റെ നിയമങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയും നാം തല ഉയർത്തി നിൽക്കുകയും ചെയ്യുക. ഇസ്ലാമിലാണ് അഭിമാനമുള്ളത്, അതിലാണ് എല്ലാ നന്മകളും ഉള്ളത്. നിന്നെ പടച്ച, ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ച, നിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഏറ്റവും നന്നായി അറിയുന്ന അള്ളാഹുവിന്റെ നിയമങ്ങൾ അത് പാലിക്കുന്നതിലാണ് വിജയവും, അതിലാണ് ഏറ്റവും പൂർണ്ണതയും ഉള്ളതെന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി.